പതിവ് പോലെ ദീപാവലി ആഘോഷിച്ചു. അതിന് പിന്നാലെ രാജ്യതലസ്ഥാനത്ത് വായുമലിനീകരണം അതിരൂക്ഷമെന്ന തലക്കെട്ടുമെത്തി. ഇന്ത്യ ഗേറ്റിലടക്കം എന്താണ് സാഹചര്യമെന്ന് നമ്മൾ നോക്കി. കാഴ്ച മറച്ച് പുകമഞ്ഞ് നിറഞ്ഞിരിക്കുകയാണ്. ദില്ലിയിലെ വായുമലിനീകരണ തോത് ദേശീയ ശരാശരിയേക്കാൾ 2 ഇരട്ടി കൂടുതലായി നിൽക്കുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കഴിഞ്ഞ 5 ദിവസത്തെ എയർ ക്വാളിറ്റി ഇൻഡെക്സ് AQI അതെങ്ങനെയാണ് എന്ന് നമുക്ക് പരിശോധിക്കാം. കഴിഞ്ഞ ദിവസങ്ങളിലെ കണക്കിതാ നമ്മുടെ മുന്നിലുണ്ട്. ഒക്ടോബർ 17 മുതൽ ഒക്ടോബർ 21, അതായത് ഇന്ന് വരെയുള്ള കണക്ക് നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ AQIയിൽ വന്നിരിക്കുന്ന മാറ്റം നമുക്ക് കൃത്യമായി കാണാൻ കഴിയും. ഇവിടെ 500 വരെയുള്ളതാണ് AQIയിലെ തോത് കൊടുത്തിരിക്കുന്നത്. ഒക്ടോബർ 17-ാം തീയതി അത് 205 ആയിരുന്നെങ്കിൽ ഒക്ടോബർ 18 ആകുമ്പോൾ 213, 19 ആകുമ്പോൾ 239 ആയിരുന്നത് പൊടുന്നനെ ദീപാവലിയുടെ ദിവസം 320 ഉയരുകയാണ്. അതിനുശേഷം അത് വീണ്ടും ഉയർന്നു 472 എത്തി നിൽക്കുകയാണ്. ഒക്ടോബർ 21, അതായത് ഇന്ന് ഉച്ചയ്ക്ക് 12:30 വരെയുള്ള AQI നമ്മൾ പരിശോധിക്കുമ്പോൾ 472 എത്തി നിൽക്കുകയാണ്. ഈ AQIയുടെ കണക്ക് കൂടി നമ്മളൊന്ന് പറഞ്ഞു പോകണം. ഇതിലെ ഓരോ ഡിജിറ്റും നൽകുന്ന സൂചന. 0 മുതൽ 50 വരെയാണ് AQI എങ്കിൽ അത് നല്ലത്, ഗുഡ് എന്നുള്ള ഇതിലാണ് വരിക. 51 മുതൽ 100 വരെയാണെന്നുണ്ടെങ്കിൽ സാറ്റിസ്ഫാക്ടറി ആണ്. അതോടൊപ്പം തന്നെ 1 മുതൽ 200 വരെയുള്ളതാണെന്നുണ്ടെങ്കിൽ മോഡറേറ്റ്ലി പൊല്യൂട്ടഡ്, അതായത് മലിനീകരണമുണ്ട് എങ്കിലും അത് അത്രയ്ക്ക് അപകടകരമല്ല. ആ ഒരു കാറ്റഗറിക്ക് മുകളിലാണ് കഴിഞ്ഞ 5 ദിവസമായിട്ടുള്ള ഡൽഹിയുടെ കാലാവസ്ഥ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. 201 മുതൽ 300 വരെയുള്ള പുവർ കാറ്റഗറിയിലാണ് ഒക്ടോബർ 17-നും 18-നും ഒപ്പം തന്നെ 19-നും നിന്നിരുന്നതെങ്കിൽ അതിനുശേഷം അതീവ മോശമായ സാഹചര്യത്തിലേക്കാണ് അടുത്ത ദിവസങ്ങളിൽ, അതായത് ഇന്നലെയും ഇന്നുമായി മാറിയിരിക്കുന്നത്. സിവിയർ എന്നുള്ള കാറ്റഗറിയിലേക്ക് ഇന്നിപ്പോൾ ഉച്ചയാകുമ്പോൾ വായു ഗുണനിലവാര തോത് എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇനി മുൻ വർഷങ്ങളിലെ ദീപാവലിക്ക് ശേഷമുള്ള വായു മലിനീകരണ തോത്, അതായത് കഴിഞ്ഞ വർഷത്തെ 2024 കണക്ക് കൂടി നമുക്ക് നോക്കാം. 2024 AQI നിൽക്കുന്നത് ഇങ്ങനെയാണ്. നവംബർ 1-ാം തീയതി 2024 നവംബർ 1-ന് AQI 359 നവംബർ 13-ന് 2023 നമ്മൾ നോക്കുമ്പോൾ AQI 438. ദീപാവലി ദിവസങ്ങളാണിത്. ഒക്ടോബർ 25 2028 315 ആയിരുന്നു. അതായത് 2023 അപേക്ഷിച്ച് കുറവായിരുന്നു. 2021 നമ്മൾ പിന്നിലേക്കാണ് പോകുന്നത്. 2021 നവംബർ 5-ന് AQI 454 ആയിരുന്നു. അതായത് ഇതൊരു സിക്സാഗ് മോഡലിലാണ് കിടക്കുന്നത്. ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് 2021 അതിലേക്ക് ഇപ്പോൾ നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ് ഇന്ന് ഉച്ചവരെയുള്ള കണക്കനുസരിച്ച് നോക്കുമ്പോൾ.